സ്വാമിയെ ശരണയ്യപ്പ. കോഴിക്കോട് നിന്നും ശബരിമല വരെ പോകുന്ന സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇട്ടത്. ഞങ്ങളപ്പോൾ ഇന്നലെ താമസിച്ചിരുന്നത് ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ലോഡ്ജിലായിരുന്നു. അപ്പോൾ രാവിലെ 2:30 ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. സമയം ഏകദേശം 2:30 ആയി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബസ്സിലെ കണ്ടക്ടറും കിളിയും കൂടി നമ്മുടെ ബസ്സൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ്സൊക്കെ കഴുകുകയാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞിരുന്നു 2:30 ആകുമ്പോൾ നമുക്ക് കർപ്പൂരാരതിയൊക്കെ നടത്തിയിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ 2:30 ആയപ്പോൾ അവിടെ എത്തിയിട്ടോ, എല്ലാവരും റെഡി ആയിട്ട്. പിന്നെ കുറേ പേര് ഡിലേ ആയി. എന്തായാലും ഗൈഡ് പറഞ്ഞ് നമുക്ക് കർപ്പൂരാരതി ഉണ്ട് നടത്താമെന്ന്. അങ്ങനെ ഞങ്ങൾ ഉള്ള ആൾ വെച്ചിട്ട് കർപ്പൂരം കത്തിച്ച് ശരണം വിളിച്ചിട്ടോ. ശരണയ്യപ്പോ, 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 ശരണയ്യപ്പോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം. സ്വാമി ശരണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതുമാണ്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയറും ചെയ്യണേ. അങ്ങനെ കർപ്പൂരാരതിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് വൈക്കത്തേക്കാണ്. വൈക്കം, കടപ്പാട്ടൂര്, മള്ളിയൂര്, ഏറ്റുമാനൂര്, പിന്നെ എരുമേലി, അങ്ങനെയായിട്ട് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇനി വൈക്കം ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. സ്വാമി 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 ഓം ശ്രീ ഹരിഹരസുതനാനന്ദ ചിത്തനയ സ്വാമി. അയ്യപ്പോ അയ്യപ്പോ ശബരിമലയ്ക്ക് ശബരിമലയ്ക്ക് അയ്യപ്പോ സ്വാമി. അങ്ങനെ കുറച്ച് ശരണം വിളിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങളിതാ വൈക്കം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. വൈക്കം അമ്പലത്തിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയായിരുന്നു വണ്ടി പാർക്ക് ചെയ്ത്. അവിടെ നിന്ന് പിന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഒരു 100-200 മീറ്ററിൻ്റെ അടുത്ത് നടക്കാണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും ഇല്ലായിരുന്നു. ഞങ്ങളവിടെ ഒരു 3:50-4 മണി ആകുമ്പോഴാട്ടോ വൈക്കം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാട്ടോ ഈ വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്ന് കരുതപ്പെടുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാട്ടോ ഈ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പരമേശ്വരനെ പാർവതിയോടൊപ്പമാട്ടോ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ മഹാദേവന് അന്നദാന പ്രഭു എന്ന പേരുമുണ്ട്. ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കേറ്റത്ത് 2 നിലയിൽ ഊട്ടുപുരമുണ്ട്. അവിടെ ക്ഷേത്ര കലാപീഠവും പ്രവർത്തിക്കുന്നു. ഈ കാണുന്ന കേട്ടോ ക്ഷേത്ര കലാപീഠം. രാവിലെ ആയതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല കേട്ടോ. ക്ഷേത്രത്തിൽ നന്നായിട്ട് തൊഴുകാനൊക്കെ പറ്റി. പിന്നെ ക്ഷേത്രാങ്കണം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ ചുറ്റി തൊഴുകാൻ വേണ്ടി അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വേമ്പനാട്ട് കായലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ബോട്ട് സർവീസ് എല്ലാ ദിവസവും ഉണ്ട്. വൈക്കത്തഷ്ടമിയാട്ടോ അവിടുത്തെ പ്രധാന ഉത്സവം. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര, കുംഭമാസത്തിലെ ശിവരാത്രി എല്ലാം ഇവിടുത്തെ ഒരു ഉത്സവമായിട്ട് കണക്കാക്കുന്നു. പിന്നെ വൈക്കത്ത് അമ്പലത്തിൻ്റെ എല്ലാ കോർണറിലും ഇതുപോലെ നന്ദികേശൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാ കോർണറിലും ഉണ്ട്. 4 കോർണറിലും അത് കാണാൻ പറ്റി. അങ്ങനെ ഞാൻ അമ്പലത്തിൻ്റെ ചുറ്റോറൊക്കെ ചുറ്റി തൊഴുതു. നല്ല സുഖമായിട്ട് തൊഴുകാൻ പറ്റി. പിന്നെ ദേവസ്വത്തിൻ്റെ വഴിപാട് കൗണ്ടർ, പിന്നെ ദേവസ്വം അംഗീകൃത പൂജാ സ്റ്റാളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നേ.
അങ്ങനെ അതാ വൈക്കം അമ്പലത്തിലൊക്കെ നന്നായി തൊഴുത് ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തെത്തിയിട്ട് ബസ് ഇതാ ഈ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് നിർത്തിയിരുന്നത്. രാവിലെ ആയതുകൊണ്ട് അവിടെ ആരും ഇല്ലായിരുന്നു. ഇനി ഞങ്ങളിതാ ഇവിടുന്ന് അടുത്തതായിട്ട് കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ ഏകദേശം ഒരു 4:50 ആകുമ്പോൾ ഞങ്ങളിതാ കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയിട്ടോ. അമ്പലത്തിലേക്ക് ഇതാ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി ചെല്ലണം. അവിടെ കാര്യമായിട്ട് ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഈ സമയത്തൊക്കെ. പിന്നെ സ്വാമിമാരുടെ വണ്ടികളൊക്കെ ഇടയ്ക്കിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സ്റ്റെപ്പൊക്കെ കയറി തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം കടുത്തുരുത്തി, അതാട്ടോ കറക്റ്റ് അമ്പലത്തിൻ്റെ പേര്. കടുത്തുരുത്തി എന്നുള്ള സ്ഥലത്തുള്ള മഹാദേവ ക്ഷേത്രമാണ്. ആ സ്റ്റെപ്പൊക്കെ കയറി അമ്പലത്തിൻ്റെ ആ കവാടത്തിലേക്ക് വേണ്ടി കയറുമ്പോൾ തന്നെ തിരുവരങ്ങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജൊക്കെ സൈഡിലുണ്ടായിരുന്നു. പിന്നെ അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ. കേരളത്തിലെ കടുത്തുരുത്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടുമെന്ന് കരുതുന്നു. ഗരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 3 ശിവലിംഗങ്ങളിൽ രണ്ടാമത്തേത് ഇവിടെയാണ്. വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ എന്നീ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമാണെന്ന് കരുതിപ്പോരുന്നു. കിഴക്കോട്ട് ദർശനം നൽകി ശാന്തരൂപത്തിൽ വാഴുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. അങ്ങനെ ചുറ്റി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ എത്തി. അമ്പലത്തിൻ്റെ കൊടിമരായി കാണുന്നത്. പിന്നെ അമ്പലത്തിലേക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഒന്ന് കുനിഞ്ഞ് കയറണം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ മതിലിൻ്റെ പുറത്തായിട്ട് നാഗങ്ങൾക്കായിട്ടൊരു പ്രത്യേക ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയെല്ലാം നന്നായി തൊഴുതു. പിന്നെ അതാ അയ്യപ്പൻ ഉണ്ടായിരുന്നു, പിന്നെ വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ, എല്ലായിടത്തും നന്നായി തൊഴുതു. രാവിലെ ഈ സമയത്തൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടോ. എന്താ അറിയില്ല, നല്ലൊരു പോസിറ്റീവ് എനർജി മാതിരി. അങ്ങനെ ഞങ്ങൾ കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുത് ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാട്ടോ. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെതാ ഞങ്ങൾ ഏകദേശം ഒരു 5:30 ആകുമ്പോൾ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെത്തിയ കേരളത്തിൽ കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിലെ കുറുപ്പന്തറ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാട്ടോ മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പിന്നീട് ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ കാലത്താണ് ഇന്നത്തെ രൂപത്തിലേക്ക് ആയത്. ഗണപതി സന്നിധിയിൽ വെച്ച് ഭാഗവതം വായിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ മടിയിലിരുത്തിയ ഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പിന്നെ ഇതാ ക്ഷേത്രത്തിൽ ശിവന് വിഷ്ണുവിനൊക്കെ ആയിട്ട് തന്നെ പ്രത്യേകം വലിയൊരു അമ്പലമൊക്കെ പണിതന് കേട്ടോ, ഭദ്രകാളിക്കൊക്കെ ആയിട്ട്. പിന്നെ ഇതാ ഇവിടെ നല്ല അപ്പവും അരവണയും കിട്ടും കേട്ടോ. 75 രൂപയാണ് അരവണയ്ക്ക് വരുന്നത്, അപ്പത്തിനാണെങ്കിൽ 25 രൂപയും. പിന്നെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ ഗണപതിക്ക് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വഴിപാടൊക്കെ നടത്തുന്നവർക്ക് തേങ്ങയെല്ലാം വാങ്ങാൻ കിട്ടുക. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ എല്ലാ നേരവും ഭക്ഷണം ലഭിക്കുന്നതാണ് കേട്ടോ, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ. ഈ കാണുന്ന രീതിയിലുള്ള സങ്കല്പത്തിലാട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. ഇപ്പോൾ ഈ മള്ളിയൂർ അമ്പലത്തിൻ്റെ ഭരണം നടത്തുന്നത് മള്ളിയൂർ മനയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക തരം ട്രസ്റ്റാണ്. ക്ഷേത്രത്തിൻ്റെ ഈ കാണുന്ന കവാടത്തിലൂടെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഭദ്രകാളിൻ്റെ അമ്പലത്തിലേക്കും പോകാൻ പറ്റും. പിന്നെ അവിടെ ആട്ടോ ഈ അന്നദാനം കൊടുക്കുന്ന വലിയ അന്നദാന മണ്ഡപമൊക്കെ ഉള്ളത്. ആ കാണുന്ന ബോർഡിൻ്റെ അവിടെ നോക്കി അന്നദാന മണ്ഡപം കാണാം. ഇപ്പുറത്താണെങ്കിൽ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഒക്കെ അമ്പലം കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മള്ളിയൂർ അമ്പലത്തിൽ നിന്ന് അടുത്ത അമ്പലത്തിലേക്ക് പോകാട്ടോ. അടുത്തതായിട്ട് ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലം ലക്ഷ്യം വെച്ചിട്ടാണ് നീങ്ങുന്നത്. ഒരു 6:15 കൂടിയിട്ട് ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലെത്തിയിട്ട് അവിടെ അത്യാവശ്യം നല്ല വണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിലായി അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുന്നു. പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു. കുറേ സ്വാമിമാരുടെ ബസ്സും പിന്നെ തീർത്ഥാടനത്തിന് വരുന്ന ബസ്സും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ബസ് ഞങ്ങൾ ഒരു സ്ഥലത്ത് നന്നായിട്ട് പാർക്ക് ചെയ്തായിരുന്നു.
പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് ഒരു 100-300 മീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ വലിയ വണ്ടികളൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. പിന്നെ KSRTC ബസ്സിന് തീർത്ഥാടനത്തിന് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. KSRTC ബസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നടന്ന് നീങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പുസ്തകങ്ങൾ, പിന്നെ കുട്ടികൾക്ക് വള, കമ്മൽ, മാല അങ്ങനത്തെ വാങ്ങാൻ പറ്റിയ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഏകദേശം നേരം വെളുത്ത് തുടങ്ങിയിരുന്നു. 6:15-6:30 ആയിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുമ്പോൾ. അതുപോലെ പരശുരാമൻ സ്ഥാപിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും ഇത് കരുതി പോരുന്നു. 4 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാട്ടോ ഏറ്റുമാനൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് കേട്ടോ. കുംഭമാസത്തിൽ തിരുവാതിര ആറാട്ടായിട്ടുള്ള 10 ദിവസമാണ് ഇവിടുത്തെ ഉത്സവമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനത്തെ ക്ഷേത്രത്തിൻ്റെ ചുറ്റോറും നന്നായി തൊഴുതിട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ. സ്ത്രീകളും കുട്ടികളും പിന്നെ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരും അങ്ങനെയായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം നേരൊക്കെ വെളുത്ത് നല്ല വെളിച്ചായിട്ടോ. ഈ കാണുന്ന വഴിയിലൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ കോവിലിൻ്റെ അവിടേക്ക് എത്തിട്ടോ. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ശിവഭഗവാനെ തൊഴുതിട്ട് ശ്രീകൃഷ്ണനെ തൊഴുകാൻ വേണ്ടി പോവുകയാണേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ കോവിലിൻ്റെ മുന്നിലായിട്ട് തുളസിമാല, കറുകമാല, നാരങ്ങമാല, നിറമാല അങ്ങനത്തെ കുറേ മാലകളൊക്കെ ഒരാളിരുന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു. ഞാൻ കുറച്ചേരം താമരേൻ്റെ ഇതളുകൾ ഇങ്ങനെ താമരമുട്ടെന്ന് നിർത്തി എടുക്കുന്നത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നോക്കി നിന്നു അവിടുന്ന്. പിന്നെ ഏറ്റുമാനൂർ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ശബരിമലയ്ക്ക് സ്പോട്ട് ബുക്കിംഗ് എടുക്കുന്ന ഒരു കൗണ്ടറിന് കേട്ടോ. ഈ പോലീസ് എയ്ഡ് പോസ്റ്റിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് ബുക്കിംഗ് ആണെങ്കിൽ ഇവിടെ ആധാർ കാർഡായി പോയിട്ടുണ്ടെങ്കിൽ അതും കിട്ടുന്നതാണ്. അങ്ങനെ ഏറ്റുമാനൂരപ്പനൊക്കെ തൊഴുത് തിരിച്ച് പാർക്കിങ്ങിൻ്റെ ഗ്രൗണ്ടിൽ എത്തിയിട്ട് അപ്പോഴത്തേന് പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഫുള്ളായിരുന്നു. ഫുള്ള് അയ്യപ്പ ഭക്തന്മാരെ വണ്ടിയായിരുന്നു. പിന്നെ അവിടെ തീർത്ഥാടനത്തിൽ വന്ന ആൾക്കാരെ വണ്ടിയായിരുന്നു. ഇനി ഒരു ചായ കുടിക്കണം. അപ്പോൾ ഏകദേശം നേരമൊക്കെ വെളുത്ത് ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എരുമേലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിക്കണം എന്തായാലും. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങളെല്ലാവരും വരാൻ വേണ്ടി കാത്തു നിൽക്കാൻ കൂടുതലുള്ള സായിമാരൊക്കെ. അങ്ങനെ കൂടുതലുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ. അവിടെയുള്ള കടകളൊന്നും തുറന്നില്ല രാവിലെ ആയതുകൊണ്ട്. ഞങ്ങൾ ചായ എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി അവിടെ നിന്ന് എടുത്ത് വണ്ടി ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിയിട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ പ്രഭാതം കാണാനും പ്രകൃതി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചെറിയ തണുപ്പുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ നിന്ന് വരുന്ന കാറ്റടിച്ചിട്ട്. റോഡിലാണെങ്കിൽ അധികം വണ്ടിയൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ. അങ്ങനത്തെ സമയം ഒരു 7:30 ആയപ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തിയിട്ടോ വണ്ടി. അത്യാവശ്യം അവിടെ നിന്നൊരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് ഓടിയാണ് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന്. വണ്ടി നിർത്തി വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം. വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിട്ടോ.
ഹോട്ടലാണ് കാണുന്നത്. ഒരു പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ്, വലിയ തിരക്കൊന്നുമില്ല. അപ്പം കയറി കയ്യേകി. അപ്പം വില പട്ടിയൊക്കെ ഒന്ന് നോക്കിയൊക്കെ ഒരു നോർമൽ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ. ചായക്കൊക്കെ 12 റുപ്യ, പൊറോട്ട 12, കടലക്കറി 35 അറേഞ്ച് ആയിരുന്നത്. അപ്പോൾ ഞാനവിടെ നിന്ന് പൊറോട്ട കഴിക്കാമെന്ന് വെച്ച് പൊറോട്ടയും പിന്നെ ഒരു വെജ് കറി ആദ്യം ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് കടലക്കറി ഓർഡർ ചെയ്തു. രണ്ടും നല്ല അടിപൊളി കറിയായിരുന്നു. കടലക്കറിയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല കടലക്കറിയായിരുന്നു. അത് 35 രൂപയായിട്ടാണ് വരുന്നത്. പൊറോട്ട ആണെങ്കിൽ നല്ല പൊറോട്ട തന്നെയായിരുന്നു കേട്ടോ. അപ്പം പൊറോട്ടയും കടലക്കറിയൊക്കെ നന്നായി കഴിച്ചു. ഇതായി കാണുന്ന ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്ത്, എല്ലാവരും കഴിക്കുന്ന ടൈം എടുക്കുമല്ലോ, റെസ്റ്റൊക്കെ എടുത്ത് ഇനി അടുത്തതായിട്ട് എരുമേലിയാണ്. എരുമേലി ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂറിൻ്റെ മുകളിൽ പോകാണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ബ്ലോക്കൊക്കെ ആവാനും സാധ്യത ഉണ്ട്. അങ്ങനെതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വണ്ടി കയറി റെസ്റ്റ് എടുക്കുകയാണ്. നമ്മളെ ഡ്രൈവർമാരും കിളി ഗൈഡൊക്കെ ഫുഡ് കഴിച്ച് വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഹോട്ടലിൽ നിന്ന് വയറ് നിറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ എരുമേലിക്ക് യാത്രയാവുകയാണേ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു റോഡ് സൈഡൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുറേ റബ്ബർ തോട്ടങ്ങളും വീടുകളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ പോകുന്ന വഴിക്ക് കുറേ പൈനാപ്പിളിൻ്റെ കൃഷിയും കാണാൻ പറ്റും. ഇതാ ഇവിടെ നിന്ന് ഇനി എരുമേലിക്ക് ഏകദേശം 7 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ. റോഡൊക്കെ അടിപൊളി റോഡാണ്, നല്ല റോഡ്, വലിയ തിരക്കൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട് തന്നെ. ബസ്സിലുള്ള എല്ലാവരും ഏകദേശം നല്ല ക്ഷീണം പിടിച്ചിരിക്കുക കേട്ടോ. കാരണം ഇന്നലെ കറക്റ്റായിട്ട് ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. രാവിലെ 2:30 നീറ്റ് പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ ഉറങ്ങിപ്പോയിണ്. അങ്ങനെ എന്താ ഞങ്ങൾ ഓടി എരുമേലിക്ക് ഇതാ ഏകദേശം ഇനി 1 കിലോമീറ്റർ കിട്ടും. അപ്പോൾ അതാ ദൂരം നിന്ന് തന്നെ നല്ല ബ്ലോക്ക് കാണുന്നുണ്ട്. അങ്ങനെതാ അവിടെ എത്തി. നല്ല ബ്ലോക്കാണ്. 1 കിലോമീറ്ററുള്ളത് ഇവിടുന്ന് എരുമേലിലേക്ക്. അവിടെ നിന്നാണെങ്കിൽ ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട്, ഇവിടെ നിന്നാണെങ്കിൽ വണ്ടി ഒന്നും അങ്ങോട്ട് പോകുന്നില്ല. നല്ല ബ്ലോക്കാണ്. ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. ഇതായിട്ട് നമ്മൾ വന്ന ബസ് ശ്രീകണ്ഠേശ്വര ട്രാവൽസിൻ്റെ ബസ്സാണ്. അങ്ങനെ വണ്ടി ചെറുതായിട്ട് നീങ്ങുന്നുള്ളൂ. കുറച്ച് നേരം അങ്ങനെ വണ്ടി ഇപ്പം നീങ്ങുമെന്ന് വിചാരിച്ചിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു, ഒരു മാറ്റവും ഇല്ല. ബ്ലോക്ക് കാരണം ബസ്സിലുള്ള എല്ലാവരും കൂടി പറഞ്ഞു നമുക്ക് നടക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങിയേ. പോകുന്ന വഴിയിലൊക്കെ ഫുള്ള് വണ്ടിയാണ്. വലിയ KSRTC ബസ്സും പിന്നെ ടൂറിസ്റ്റ് ബസ്സും പിന്നെ കാറും, അങ്ങനെ എല്ലാ വണ്ടിയും ബ്ലോക്കാണ്. എരുമേലിയിൽ 1 കിലോമീറ്റർ എത്തുന്നതിന് മുന്നേ ബ്ലോക്ക് ചമ്മാതിരി ബ്ലോക്കാണ്. എന്നിട്ട് ഞങ്ങൾ ഇതപ്പോൾ ഇറങ്ങി നടക്കുകയാണ് എരുമേലിലേക്ക്. കുറേ നേരം വണ്ടിയിലിരുന്നു.
പക്ഷെ വണ്ടി വളരെ സ്ലോയിലാണ് നീങ്ങുന്നത്. സൂര്യൻ ഉദിച്ചിട്ടുള്ളൂ, പക്ഷെ നല്ല ചൂടുള്ള സൂര്യൻ്റെ രശ്മികളായിരുന്നു കേട്ടോ. കുറച്ചു നേരം വെയിലുണ്ടപ്പോൾ തന്നെ ക്ഷീണമായിപ്പോയി. ഇതാ വാവര് മസ്ജിദിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇനി അവിടെ നിന്ന് 300 മീറ്ററാണുള്ളത് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എരുമേലി. പിന്നെ ശബരിമലയ്ക്ക് ഇതാ 47 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴിക്ക് ഇതേമാതിരത്തെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരക്കോലും പിന്നെ മുഖത്തും മേലൊക്കെ തേക്കാൻ പറ്റുന്ന കളറുകളൊക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകളിൽ പോകുന്ന വഴിക്കിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ നടന്ന് നീങ്ങി വാവര് മസ്ജിദിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ. ഈ കാണുന്നതാണ് വാവരുടെ പള്ളി. ഇവിടുത്തെ അയ്യപ്പൻ ഭക്തന്മാരൊക്കെ പേട്ടതുള്ളി പോകുന്നുണ്ട്. ഈ പേട്ടതുള്ളി റോഡ് ക്രോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എത്ര ബ്ലോക്ക് വരാൻ തന്നെ കാരണം. പിന്നെ ഈ റോഡിലൂടെയാണല്ലോ പേട്ട എല്ലാവരും തുള്ളുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നല്ല ബ്ലോക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരും വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ ഇവിടെ. അങ്ങനെ കൂടെയുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഞങ്ങളിതാ എരുമേലി പേട്ട ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ പേട്ടതുള്ളൽ ആരംഭിക്കുക കേട്ടോ. അവിടെ തേങ്ങ ഉടയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ തേങ്ങ ഉടയ്ക്കുക, പിന്നെ അവിടെ തേങ്ങ ഉരുട്ടുന്ന സ്ഥലമുണ്ട്. അപ്പം അവിടെ നിന്നാണ് ഈ വാദ്യ ഉപകരണങ്ങളോട് കൂടിയിട്ട് പേട്ട ആരംഭിക്കുക. ഞങ്ങളങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു പേട്ട തുള്ളിയിട്ട്. ഇതാട്ടോ പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അപ്പോൾ എല്ലാവരും അവിടെ തൊഴുത് ഇവിടെ തേങ്ങ അടക്കി കേട്ടോ. തേങ്ങ പൊട്ടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ഇവിടെ തേങ്ങ വാങ്ങാനും കിട്ടും. ഒരു തേങ്ങയ്ക്ക് 20 രൂപ വരുന്നത്. അങ്ങനെ തേങ്ങ പൊട്ടിച്ച് കളറെല്ലാം മേല് പൂശി പിന്നെ ഓരോ എന്താ പറയുക വാദ്യോപകരണങ്ങളും പിന്നെ കുറേ ഇലകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പേട്ട തുള്ളുക. ഈ ഒരു ഏരിയ കേട്ടോ പേട്ട സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കുറേ ആൾക്കാരുണ്ടോ ഈ മറ്റേ വാദ്യോപകരണങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർ. അവർ നമുക്ക് പൈസ കൊടുത്തിട്ട് അവർ നമ്മളെ കൂടെ വരുന്നതാണ് പേട്ട തുള്ളുമ്പോൾ. അയ്യപ്പൻ്റെ മഹർഷി നിഗ്രഹമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ ഈ പേട്ടതുള്ളൽ. ആദ്യം തന്നെ പേട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് വാവരുടെ പള്ളിയിൽ എല്ലാവരും വലം വെക്കും കേട്ടോ. അപ്പോൾ അയ്യപ്പ തിണ്ടകത്തോവും സ്വാമി തിണ്ടകത്തോവും എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലും. അങ്ങനെ വാവരുടെ പള്ളി ചുറ്റിയതിന് ശേഷം പിന്നെ നേരെ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോകട്ടോ. പിന്നെ അവിടെ നിന്ന് പേട്ടതുള്ളി അവിടെ എത്തിയതിനു ശേഷം അവിടെ നിന്ന് നമ്മൾ ഈ കയ്യിൽ പേട്ടതുള്ള ഉപയോഗിച്ച സാധനങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ച് കുളിച്ച് മാറ്റി അമ്പലത്തിൽ തൊഴുത് പിന്നെയായിട്ട് ശബരിമലയ്ക്ക് യാത്ര തുടങ്ങുക. ഈ കാണുന്ന കേട്ടോ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ ഇവിടെയാണ് പേട്ട തുള്ളി വന്നിട്ട് അവസാനം നമ്മുടെ കയ്യിലുള്ള ഇലകളും പിന്നെ മുഖത്തെല്ലാം വെച്ച മുഖമൂടികളെല്ലാം ഇവിടെയായിട്ട് ഉപേക്ഷിക്കുക. പിന്നെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ഫ്രീ ആയിട്ട് അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ കുളിച്ചിട്ട് അന്നദാനമൊക്കെ കഴിച്ചിട്ട് തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ചോറ്റാനിക്കര അമ്പലം മുതൽ എരുമേലി വരെയുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും എനേബിൾ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ സീരീസിൻ്റെ അടുത്ത വീഡിയോ കരിമല യാത്രയാണ്. കരിമല അതായത് എരുമേലിയിൽ നിന്നും കരിമല വഴി പമ്പയിലെത്തുന്ന വീഡിയോ ആണ്. അതിൽ ഫസ്റ്റ് വീഡിയോ എരുമേലി ടു മുക്കുഴി വരെയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മുക്കുഴി ടു പമ്പയായിരിക്കും. നല്ല അടിപൊളി ഫോറസ്റ്റ് എന്നുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.